പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഈ കാണുന്നതാണ് ജബൽ അബി ഖുബൈസ്. മറ്റുള്ള പർവ്വതങ്ങൾ കാണുന്നത് പോലെ ഒരു പർവ്വത രൂപത്തിൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. കാരണം ഈ പർവ്വതത്തിന്റെ ഏകദേശ ഭാഗങ്ങളൊക്കെ വികസനാർത്ഥം ഇടിച്ചു നിരത്തിയിട്ടുണ്ട്. ഇതാണ് പരിശുദ്ധമാക്കപ്പെട്ട ഹറമിലെ ഇമാമിങ്ങൾ താമസിക്കുന്ന ബിൽഡിംഗ്. ഈ ബിൽഡിംഗ് ഒക്കെ ജബൽ അബി ഖുബൈസിന്റെ ഒരു ഭാഗത്താണ്. പരിശുദ്ധ ഹറമിലേക്ക് ജനങ്ങളെ ഫ്രീ ആയി എത്തിക്കുന്ന സാപ്റ്റിക്കോ ബസ് സ്റ്റേഷൻ, ആ ബസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നതും നമ്മുടെ ഈ ജബൽ അബി ഖുബൈസിന്റെ അതിന്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നമ്മൾ ഈ കാണുന്ന നീണ്ടു കിടക്കുന്ന ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിന്റെ രണ്ട് അറ്റത്താണ് ഉള്ളിലായിട്ടാണ് സഫ മർവ മലകൾ സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ തൊട്ടു പുറത്താണ് ഈ ജബൽ അബി ഖുബൈസ് സ്ഥിതി ചെയ്യുന്നത്. ഏതായാലും ചരിത്രപരമായി ജബൽ അബി ഖുബൈസിന് വലിയ ബന്ധങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കഅബ പുനർനിർമ്മാണം കഴിഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളോട് പറയുന്നത് പരിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. അല്ലാഹു പറയുന്നത്, തീർച്ചയായും ഇബ്രാഹിം നബിയെ, നിങ്ങൾ ജനങ്ങൾക്ക്, മനുഷ്യർക്കിടയിൽ നിങ്ങൾ ഹജ്ജ് തീർത്ഥാടനത്തെ സംബന്ധിച്ച് വിളംബരം ചെയ്യുക. കാൽനടയായും വിദൂര മലമ്പാതകളിലൂടെയെല്ലാം സഞ്ചരിച്ച് ഒട്ടകങ്ങളുടെ പുറത്തായും അവർ നിങ്ങളുടെ അടുക്കൽ വന്നുകൊള്ളുമെന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു പറയുന്നു. അങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ജബൽ അബി ഖുബൈസിന്റെ മുകളിൽ നിന്ന് എല്ലാ ഭാഗത്തേക്കും തിരിഞ്ഞുകൊണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് ക്ഷണിക്കുന്നത് ഹജ്ജിലേക്ക്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ വിളംബരത്തിന് ഉത്തരം നൽകിയ ആളുകൾക്ക് ഒരു തവണ ഇവിടെ ഹജ്ജിനും അല്ലെങ്കിൽ ഉംറയ്ക്ക് പോകാൻ അവസരം ലഭിക്കും. 2 തവണയാണ് ഉത്തരം നൽകിയതെങ്കിൽ 2 തവണ പോകാനുള്ള ഭാഗ്യം ലഭിക്കുന്നു. എത്ര തവണയാണ് ഉത്തരം നൽകിയത് അത്രയും തവണകൾ പരിശുദ്ധ കഅബാലയത്തിലേക്ക് പോകാൻ ഭാഗ്യം ലഭിക്കുമെന്നാണ് ചരിത്രം പറയുന്നത്.